6ാം ക്ലാസ്സിലെ വർക്ക്ഷീറ്റാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 1-ലെ ഇൻതിസാർ മേ എന്ന കഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം. പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച അതേ പാഠഭാഗം തന്നെയാണ് ഇവിടെ ഒരു കഥയായിട്ട് കൊടുത്തിട്ടുള്ളത്. किसी गाँव में एक गरीब बुढ़िया रहती थी. उसका एक बेटा था. वो अपनी माँ का बहुत बड़ा अदब करता था. एक दिन उसकी माँ बीमार हो गई. बुखार की वजह से वो परेशान थी. जब आधी रात गुजरी तो नींद से जाग उठी എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച അതേ പാഠഭാഗം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഇനി എന്താണ് പ്രവർത്തനം? ഇനി ഈ പാഠഭാഗം വായിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചില ചോദ്യങ്ങൾ തയ്യാറാക്കണം. ചോദ്യത്തിന് ഇഷാരകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇഷാര നൽകിയത് നോക്കാം നമുക്ക്. കഹ എവിടെ, ക്യാ എന്ത്, കോൻ ആര്, കബ് എപ്പോൾ, ക്യോ എന്തുകൊണ്ട്. ഇങ്ങനെ 4-5 ഇഷാരകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇഷാര ഉപയോഗിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ബുഡിയ കഹാ രഹത്തി തി, എവിടെയാണ് വൃദ്ധയായ ആൾ താമസിച്ചിരുന്നത്? ആ ചോദ്യം ഇതിൽ നിന്നാണ്, ഈ വരിയിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടാക്കിയത്. ഈ ചോദ്യം ഉണ്ടാക്കിയത് ഈ വരിയിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ വരിയിൽ നിന്ന് ഇനി നമ്മൾ ചോദ്യം ഉണ്ടാക്കണില്ല. ഇനി ഉസ്ക ഏക്ക് ബേട്ടാത്ത, ആ വൃദ്ധയായ മാതാവിന് ഒരു മകനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അദബ് കർത്താത്ത, ഏക് ദിൻ ഉസ്കി മാ ക്യാ ഹോ ഗയി എന്ന് ചോദിക്കാം. മാക്കോ ക്യാ ഹോ ഗയി, ഉമ്മാക്ക് എന്താണ് പറ്റിയത്, എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവിടെ ബീമാർ എന്നതാണ് ഉത്തരം. ആ ബീമാർ എന്ന ഉത്തരത്തിൻ്റെ അവിടെ നമുക്ക് അതിൻ്റെ ചോദ്യം ക്യാ എന്നുള്ള പദം അവിടെ കൊടുക്കുക. ബീമാർ എന്നതിൻ്റെ സ്ഥലത്ത് ഈ ക്യാ എന്ന് എഴുതി ബാക്കി അതുപോലെ എഴുതിയാൽ അവസാനം ഇതിന് പകരം ചോദ്യചിഹ്നം ഇട്ടാൽ എന്തായി? ചോദ്യമായി. മനസ്സിലാവുണ്ടോ? ഓക്കെ. പിന്നെ ബുഖാർ കി വജാ സേ വോ പരേശാൻ തി. ഇവിടെ ഈ ഇഷാര ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇവിടെ ഈ ബുഖാറിന് പകരം, ബുഖാർ എന്നതിന് പകരം കിസ് എന്ന് കൊടുക്കുക. കിസ് കി വജാ സേ എന്താണ്? കാഫ് സീന്. ഇവിടെ ഇതിൽ നിന്ന് ഒഴിവാക്കിയ കാഫ് സീന് മാത്രമാണല്ലോ. അതിവിടെ കൊടുത്തിട്ട് ബാക്കി അതുപോലെ എഴുതിയാലും എന്തായി? ഒരു ചോദ്യചിഹ്നമായി. കിസ്കി വജാസേ വോ പരേശാൻ തി. അവിടെ ഓ എന്നുള്ളതിന് പകരം ബൂഡി എന്ന് എഴുതാം, അല്ല ബുഡിയ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ वो अपने बेटे को पास बुलाकर क्या कहा എന്തു പറഞ്ഞു. ഇവിടെ ബുലാക്കർ കഹിനെ ലഗി എന്നുള്ളിടത്ത് ക്യാ കഹ എന്താണ് പറഞ്ഞത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ 2-3 ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഓരോന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഉണ്ട്. ബുഡിയ കഹ രഹത്തി തി. ഓക്കെ, ഉസ്ക കിത്തന ബേട്ടാ താ, അല്ലേ? അല്ലെങ്കിൽ കിത്തനെ ബേട്ടത്തെ, എത്ര മക്കളുണ്ടായിരുന്നു? അങ്ങനെ ചോദ്യം ചോദിക്കാം. ഓ കേസാ ഥ, ഓ ബേട്ട കേസാ ഥ, എങ്ങനെയുള്ള മോനായിരുന്നു? ഓ ബേട്ട വേണ്ട. ഓ ബേട്ട കൈസാ ഥ, എങ്ങനെയുള്ള മോനായിരുന്നു? ഏക് ദിൻ ഉസ്കി മാക്കോ ക്യാ ഹോ ഗയി, എന്താണ് സംഭവിച്ചത്? കിസ്കി വജാസെ വോ പരേശാൻ തി, എന്തിൻ്റെ കാരണം കൊണ്ടാണ് ആകെ പരേശനായിരുന്നത്? ഈ രീതിയിൽ. പിന്നെ അതുപോലെ ബേട്ടേക്കോ പാസ് പുലാക്കർ ക്യാ കഹ, എന്താണ് പറഞ്ഞത്?
ഇതേ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അങ്ങനെ ചോദ്യങ്ങൾ തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത്. അതിന് ശേഷമുള്ള പ്രവർത്തനം രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നാണ്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് പഠേ ഖേലേം എന്നതാണ്. ഇതിൽ നിന്നുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കൂ. ഇവിടെ ഒരു സ്കൂളിൻ്റെ ചിത്രമുണ്ട് അല്ലേ? സ്കൂളിൻ്റെ ചിത്രം. ഈ സ്കൂളിൻ്റെ ചിത്രത്തിൽ ഈ ചിത്രം നോക്കിയിട്ട് ഇതിന് നിറം കൊടുക്കാനുള്ളതാണ്. നിറം കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കൊടുക്കുക. സ്കൂളിന് നിറം കൊടുക്കുക. പിന്നെ അതിൽ നിറം കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ നിറം കൊടുക്കുക. വലിയ സ്കെച്ച് പേനൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് പിന്നെ പേജിൻ്റെ മറു സൈഡിൽ വരുന്ന രൂപത്തിലുള്ള കളർ ഉപയോഗിക്കാതിരിക്കുക. ക്രയോണ് പോലെയുള്ള കളറുകൾ ഉപയോഗിക്കുക. ആയിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട പദങ്ങൾ എഴുതാനും സെൻറ്റൻസ് എഴുതാനും ഉള്ള പ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് ചിത്രം നോക്കണം എന്നില്ല, ഒരുവിധങ്ങൾക്കൊക്കെ അറിയാം സ്കൂളിൽ എന്തൊക്കെ ഉണ്ടാവും. മൈതാൻ, ബച്ചേ, ടീച്ചർ അല്ലേ, ബാഗ് പൂന്തോട്ടം അല്ലേ, ബാഗില്ലേ സ്കൂളിലെ, ബാഗ് പൂന്തോട്ടം അല്ലേ, ഉസ്താദ്, ടീച്ചർ, ബച്ചേ, മൈതാന്, പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഇങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ട സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, ബസ്ത, കിതാബ്, കലം, അതൊക്കെ എഴുതല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട ये मेरा स्कूल है, मेरा स्कूल अच्छा है, ओके, मेरा स्कूल अच्छा है, मेरे स्कूल में कई बच्चे हैं, मेरे स्कूल में कई बच्चे हैं, मेरे स्कूल में टीचर है, പിന്നെ स्कूल के बच्चे स्कूल मैदान में खेलते हैं, बच्चे स्कूल मैदान में खेलते हैं. ഇതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ട് പദങ്ങൾ എഴുതുക. ഞാൻ പറഞ്ഞതൊക്കെ വീണ്ടും ഒന്ന് കേട്ട് നോക്കിയിട്ട് സാവകാശം എഴുതിയിരിക്കട്ടോ. ഓക്കെ, ശുക്രിയ, ഖുദ ഹഫീസ്.